SC/ST വകുപ്പ് ഒരു പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. SC/STകൾക്കുള്ള പഠനമുറി എന്നതാണ് ആ പദ്ധതിയുടെ പേര്. 2 ലക്ഷം രൂപയാണ് അത് പാസ്സാവുന്നത്. താമസിക്കുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ട് വല്ല ആനുകൂല്യമുണ്ടോ? വിവരാവകാശ അന്വേഷണം കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് പറയുന്നതാണ്. കൈകളിൽ ഈ ഫണ്ടുകൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതിനാണ് നിങ്ങൾക്ക് ഒന്നാമത് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിച്ച് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഇന്ന് കുടിലുകളിൽ താമസിക്കുന്നില്ല എന്നുള്ളത് പറയുന്ന ആൾക്കാരുണ്ടാവും. അവർ ഇരുട്ടിനെ വെളുപ്പാക്കുന്ന ആൾക്കാരാണ്. ഇന്ന് 100% SC/STകൾ ഉണ്ടെങ്കിൽ 20% SC/STകൾ മാത്രമേ പുരോഗതിയുടെ പാതയിലെത്തിയിട്ടുള്ളൂ. പുരോഗതി എന്ന് പറയുന്നത് അവർ ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു വീട് വെച്ച് ഇരിക്കുന്ന ലെവലിൽ. ബാക്കി 80% കുടിലുകളിൽ തന്നെയാണ് താമസം ചിലവായി. അതാണ് മേധാവിത്വം പറയുന്നത്. അഥവാ വീടുള്ളവർക്ക് ആ 20% SC/STകൾക്ക് കിട്ടിയെന്ന് വെച്ചാലും അവരത് തരില്ല. പിന്നിൽ കറുത്ത കൈകളുണ്ട്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രീതിക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ടാകും. ഈ SC/STക്ക് മാത്രം ആട്, മാട്, കോഴി, പിന്നെ വീട്ടിൽ മര്യാദയ്ക്ക് കിടന്ന് മരിക്കാൻ ഒരു കട്ടിൽ. ബാക്കിയുള്ളവർക്കൊക്കെ മറ്റുള്ള ബിസിനസ് പരമായിട്ടും ഫിനാൻഷ്യൽ ഫണ്ടുകളെല്ലാം കിട്ടുന്നുണ്ട്. എന്ത് നിങ്ങൾക്ക് മാത്രം ഈ കോഴി, ആട്, മാട് സമയത്ത് ഒരു കട്ടിൽ? അല്ല, ഞാൻ പറയുന്നത് ഇതൊന്നും ചോദിക്കാൻ പല ആൾക്കാരും നേതാക്കന്മാരൊന്നും ഇല്ലേ? നിങ്ങൾ ഈ ആട്, മാട്, കോഴിയും പോത്തും ഇതൊക്കെ വളർത്തി നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തന്നെ ജീവിക്കാനും വേണ്ടിയിട്ടാണോ നിങ്ങൾ മക്കളെയെല്ലാം സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് വിടുന്നത്? ഇന്ന് പല SC/ST ഓഫീസുകളിൽ ഇരിക്കുന്നത് അതിൻ്റെ എല്ലാം മെയിൻ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ആണ്. അവിടെ ക്ലർക്ക് മുതൽ വർക്ക് ചെയ്യുന്നത് SC/STകൾക്ക് വിദ്യാഭ്യാസം ഇല്ലേ? ഒരു ക്ലർക്കാവേണ്ട വിദ്യാഭ്യാസം ഇല്ലേ? അതോ ഒരു പ്യൂണാകേണ്ട വിദ്യാഭ്യാസം ഇല്ലേ? ഇനി ഒരു ഹെഡ് പോസ്റ്റിലിരിക്കേണ്ട വിദ്യാഭ്യാസം ഇല്ലേ? എന്തിനാണ് പറയുന്നത്? ഇന്ന് SC/STകൾ പഠനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ഇന്ന് പല ഗവൺമെൻറ് ലിസ്റ്റുകളിലും PSC മുഖേനയാണെങ്കിലും ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡറുകൾ ചെയ്യുന്നില്ല. അതേപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ പേരുകളും ലിസ്റ്റുകളും വെളിയിൽ വരുന്നില്ല. കാരണം വിദ്യാഭ്യാസത്തിൽ SC/ST ഇത്ര ശതമാനം വിദ്യാഭ്യാസം അഭ്യസിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് പോലും ഇന്ന് വരുന്നില്ല. ഇന്നും ഗവൺമെൻറ് ലിസ്റ്റിൽ SC/ST നിരക്ഷരരാണ്, സാക്ഷരരല്ല. മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ആധിപത്യം നടക്കില്ല. അവൻ ആധിപത്യം സ്ഥാപിക്കാൻ ഒരു അടിമയെ വേണം. പണ്ട് നെൽസൺ മണ്ടേല ഇന്നത്തെ അയാളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. ഒരു SC/STക്കുള്ള സ്വാതന്ത്ര്യം ഇന്ന് കേരളത്തിൽ കിട്ടിയിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. സ്വാതന്ത്ര്യം പറയുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് നടക്കാൻ പോകുന്നതോ ഫ്രീ ആയിട്ട് അതല്ല സ്വാതന്ത്ര്യം. വിദ്യാഭ്യാസം കൊണ്ടോ ജോലികൾ കൊണ്ടോ നിങ്ങൾ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടോ? അതാണ് സ്വാതന്ത്ര്യം. ഈ കേരളത്തിൻ്റെ മൂലധനം എന്ന് പറയുന്നത് SC/STകളാണ്. പല ഫണ്ടുകൾ വരുത്താൻ വേണ്ടി നിങ്ങളുണ്ടെങ്കിലേ കേരളത്തിൻ്റെ നിലനിൽപ്പുള്ളൂ. നിങ്ങളെ താഴ്ത്തിക്കെട്ടിയാലാണ് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ബുദ്ധിയുള്ള ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. ഇനിയും നിങ്ങൾ എന്തേ അവരെ വെച്ച് ഒരു പടി മുന്നിലേക്ക് നിങ്ങൾ ചിന്തിക്കാത്തത്? ഞാൻ എന്നും അതേ സ്ഥിതി തന്നെ തുടരണം എന്ന് വാശി പിടിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ പരമായിട്ടാണെങ്കിലും നിങ്ങൾക്കത് കഴിയില്ല, മുന്നിക്ക് വരാൻ കഴിയില്ല. ഇനി അടുത്തൊരു ഇരുണ്ട ഭൂഖണ്ഡം അത് നിങ്ങളെപ്പറ്റിയുള്ള കഥയായിരിക്കും. നിങ്ങൾക്ക് ഒരു നേതാവില്ല നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 2024 എത്രയോ നേതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എത്രയോ നേതാക്കന്മാർ പ്രസംഗിക്കുന്നു.
നിങ്ങളുടെ വെളിച്ചത്തെ നിങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങളുടെ വില എന്താണെന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല സത്യത്തിൽ. അത് അറിയാൻ ശ്രമിച്ചാലും അത് നിങ്ങളെ തല്ലിക്കെടുത്താനുമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങൾ അവരുടെ മുന്നിൽ തോൽക്കുകയല്ല വേണ്ടത്, ജയിക്കുകയാണ് ചെയ്യേണ്ടത്. എനിക്ക് ഇതിനൊരു അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത്, സന്ദേശം എന്നൊരു സിനിമ ശ്രീനിവാസൻ്റെ, ഞാൻ അതിനെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നതാണ്. ആ സിനിമ അന്ന് അയാൾ ആ കാലഘട്ടത്തിൽ കണ്ടെഴുതിയിട്ടുള്ളതാണെങ്കിൽ ഇന്നത് സത്യമാണ്. അതേപോലത്തെ വേറൊരു സിനിമയാണ് ആര്യൻ എന്ന് പറയുന്നത്, മോഹൻലാലിൻ്റെ. ഒരു മുന്തിയ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് അയാളുടെ സ്വത്തുവകകൾ ഏത് വഴിക്ക് പോകുന്നതാണ് എന്നുള്ള ആ ഒരു സിനിമയാണ്. അതാരാണ് പറ്റിക്കുന്നത്? ആര്യൻ എന്ന സിനിമ നിങ്ങൾ ഒരു 100 വട്ടം കാണേണ്ടിയിരിക്കുന്നു. ഞാൻ പറയുന്നത് SC/ST കാര്യമാണ് പറയുന്നത്. ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഭൂപരിഷ്കരണം നിയമം നടപ്പിലാക്കിയിട്ട് ഈ ഭൂമി ആരാണ് കയ്യേറിയത് എന്നുള്ളത് ഈ ആര്യൻ എന്ന സിനിമ കൊണ്ട് കണ്ടാൽ ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് അത് മനസ്സിലാവും. നിങ്ങൾ ഇനിയും ചിന്തിച്ച് പ്രവർത്തിക്കുക. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവർ എന്ത് പറയുന്നു അതിനെ ഏറ്റുപിടിക്കുകയല്ല വേണ്ടത്. ആൾക്കാർ പറയുന്നത് ഞാൻ ഏറ്റുപിടിക്കും എന്ന് പറഞ്ഞ് നടന്നാൽ ഇനിയൊരു ആഫ്രിക്ക കേരളം തന്നെ ഇരുണ്ട പോകുന്നു.